എത്രയും പ്രിയപ്പെട്ട കുട്ടി, നീ അന്നം ദാനം ചെയ്യണം. നിനക്ക് ഇപ്പോൾ അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നീ പ്രാതൽ എങ്കിലും ആരെങ്കിലുമായി പങ്കിടണം. അത് എനിക്ക് വളരെ ആനന്ദം നൽകും. നീ എന്ത് ആഹാരം പാകം ചെയ്യുമ്പോഴും അത് പ്രസാദമായിട്ട് എനിക്ക് ആദ്യം തരണം. നിന്റെ വളർച്ചയിലും സമൃദ്ധിയിലും സമാധാനത്തിലും നീ ശ്രദ്ധ ചെലുത്തണം. മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്നതിൽ നീ ശ്രദ്ധ ചെലുത്തുകയേ വേണ്ട. എന്തെന്നാൽ ചിലർക്ക് നിശ്ചയമില്ല അവർ എന്താണ് ചെയ്യുന്നതെന്ന്. അങ്ങനെയുള്ളവർ നിന്നെ നയിക്കുകയാണെങ്കിൽ അവർ നിന്നെ തെറ്റായ വഴിക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് നിന്റെ ആവശ്യങ്ങൾ നീ എഴുതുക. അതിൻ്റെ അതിനനുസരിച്ച് നീ ജോലി ചെയ്യുക. ദിവസവും അധികം മസാലയുള്ള ആഹാരം കഴിക്കരുത്. അടുത്ത കുറച്ച് ദിവസത്തേക്ക് വഴിയോരത്തെ ആഹാരങ്ങളും കഴിക്കരുത്. നീ എന്നും വിഭൂതി കഴിക്കുക. ഞാൻ എൻ്റെ ഭക്തരുടെ കൂടെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു കുട്ടികളും ഒരിക്കലും തന്നെ ആകില്ല.